ഹലോ വരദ, നിങ്ങൾ എവിടെയാ നിൽക്കുന്നത്? ഞാൻ ബീച്ചിന്റെ എൻട്രൻസിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ, നേരെ ഇങ്ങ് പോരും. ഇവിടെയുള്ള ഐസ്ക്രീം ഷോപ്പിന്റെ സൈഡിലുണ്ട് ഞങ്ങള്. സാരംഗിയാണോ? ആ അതെ. എന്തിനാ ചേച്ചി അവളെ ഏതോ പുറമെയുള്ള ആളുകളെ പോലെ സാരംഗി എന്നൊക്കെ പറയുന്നേ? ചാരു എന്ന് വിളിച്ചാ പോരെ? അതിലല്ലേ ഒരു സ്നേഹവും അടുപ്പമൊക്കെ ഉള്ളത്. എനിക്ക് അവളോട് ഒരു സ്നേഹക്കുറവില്ല മോളെ. സ്നേഹം കൂടുതലേ ഉള്ളൂ. അവള് നല്ല കുട്ടിയാ, ദൈവന് ചേരുന്ന പെണ്ണ്. പക്ഷേ ഞാൻ ഇനി ആർക്കും എന്റെ ഹൃദയത്തിൽ സ്ഥാനം നൽകുന്നില്ല. അങ്ങനെ ഒരു ഹൃദയമേ ഇല്ല എന്നതാണ് സത്യം. അവിടെ ഇപ്പൊ വെറും ഒരു മാംസപിണ്ഡം മാത്രമേ ഉള്ളൂ. എല്ലാത്തിനോടും ഒരു തരം മടുപ്പാണ്. എന്റെ ജീവിതത്തിൽ ഇനി പങ്കാളിയെന്ന് മാത്രമല്ല, പുതുതായി ഒരാളെ സ്നേഹിക്കാനോ ഒരാൾ സ്നേഹിക്കപ്പെടാനോ എനിക്ക് ആഗ്രഹമില്ല. ഈ കാര്യത്തിനിടക്ക് ഞാൻ സ്നേഹം നൽകി വാങ്ങിയ വേദനകൾ അത്രത്തോളം ഉണ്ട്. ഈ പഴംപുരാണൊന്ന് നിർത്തിക്കേ ചേച്ചി. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് തകർന്നിരിക്കാതെ വരാനുള്ള ജീവിതം മനോഹരമാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്ക്. നിനക്കിതൊക്കെ പഴംപുരാണങ്ങളായിരിക്കും, പക്ഷേ എനിക്കങ്ങനെയല്ല. എന്റെ ജന്മം തന്നെ പാഴാക്കി മാറ്റിയ എന്റെ ഓർമ്മകളാണ്. ഓ, ഇതിപ്പോ അമ്പിനും വില്ലിനും അടുക്കുമെന്ന് തോന്നുന്നില്ലല്ലോ ഈശ്വര. ഇനിയിപ്പോ നരേട്ടൻ വന്ന് സംസാരിക്കുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് കണ്ടറിയണം. അവൾ പതിയെ പറഞ്ഞു. വരദ. ചാരു അവരുടെ അരികിലെത്തി വരദയുടെ തോളിൽ തട്ടി. ഹാ, നീ എത്തിയോ? എന്താ വൈകിയത്? ഞങ്ങൾ കുറച്ചു നേരമായി ഇവിടെ നിൽക്കുന്നു. ഭയങ്കര ട്രാഫിക് ആയിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് കഥകളി കാണിക്കാനാണോ എന്നെയും കൂട്ടി വന്നത്? ചാരുവും വരദയും പരസ്പരം ഓരോ ഗോഷ്ഠികൾ കാണിക്കുന്നത് കണ്ട് ആരതി ചോദിച്ചു. അല്ല, ഞങ്ങള് ചുമ്മാ. വാ, നമുക്ക് അവിടെ പോയിരിക്കാം. അവിടുന്ന് ഓരോ ഐസ്ക്രീമും വാങ്ങി അവർ തൊട്ടരിയിലുള്ള പാറയിൽ പോയിരുന്നു. ആരതി കടലിന്റെ ശാന്തതയിലേക്ക് നോക്കി. ആ ശാന്തത നേറിക്കൊണ്ടിരുന്ന അവളുടെ മനസ്സിനെയും ശാന്തമാക്കുന്ന പോലെ തോന്നി അവൾക്ക്. അവിടം തളം കെട്ടി നിന്നിരുന്ന മൗനത്തെ കീറി മുറിച്ചുകൊണ്ട് വരദയുടെ ഫോൺ ബെല്ലടിച്ചു. നരനാണ് വിളിക്കുന്നത് എന്ന് കണ്ടതും അവൾ ഫോണും എടുത്തുകൊണ്ട് കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു. ഹലോ, എവിടെയാ നിങ്ങള്? എത്ര നേരമായി കാത്തിരിക്കുന്നു. ഇനിയും വൈകിയ ചേച്ചി ചിലപ്പോ ഇവിടുന്ന് പോവൂട്ടോ. ഞങ്ങളിതാ ഇവിടെ എത്തി. നേരെ നോക്ക്. നരൻ കുറച്ച് അകലെ നിന്ന് കൈ കാണിച്ചു. അവന്റെ കൂടെ പ്രദീപ് ഉണ്ടായിരുന്നു. എന്നാ അവിടെ തന്നെ നിൽക്കാതെ ഇവിടേക്ക് വാ. എനിക്കുള്ളിലൊരു ഭയം. എന്നെ കാണുമ്പോ അവൾ എങ്ങനെയാ റിയാക്ട് ചെയ്യുക എന്ന് ഓർത്തിട്ട്. റിയാക്ഷൻ എങ്ങനെയാ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ചെറുതായിട്ടെങ്കിലും ഈ കാര്യമൊന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് തന്നെ ഒരു രക്ഷയില്ല. അയ്യോ, എന്നാ ഞാൻ വരുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ഉള്ളിൽ സംഭരിച്ചു വെച്ചിരുന്ന ധൈര്യം എല്ലാം ചോർന്നു പോയിട്ടുണ്ട്. ഓ പിന്നെ, അവൾ നിന്നെ എന്ത് ചെയ്യാനാ? നീ നിന്ന് കിണങ്ങാതെ അങ്ങോട്ട് നടന്നേ. ഫോണിലുള്ള അവന്റെ സംസാരം കേട്ട് പ്രദീപ് അവനെ പിടിച്ച് മുന്നിലേക്ക് തള്ളി. അതെ, പ്രദീപേട്ടൻ പറഞ്ഞതാ അതിന്റെ ഒരു ശരി. നിങ്ങൾ വേഗം വാ. അവൾ ഫോൺ കട്ടാക്കി അവരുടെ അടുത്ത് പോയി ഒന്നും അറിയാഭാവത്തിലിരുന്നു. ചാരു അതിനിടക്ക് ആരതി കാണാതെ കൈകൊണ്ട് എന്തായി എന്ന് ചോദിച്ചതിന് ഓൾ സെറ്റ് എന്നും പറഞ്ഞ് അവൾ തംസപ്പ് കാണിച്ചു. കടലിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആരതിയുടെ ശ്രദ്ധയിൽപ്പെടാതെ വരദയും ചാരുവും പതിയെ അവിടെ നിന്നും മാറി. നരൻ അവൾക്ക് പുറകിൽ വന്നിരുന്നു. കടലിനെ നോക്കി ദഹിപ്പിക്കുകയാണോ? അപ്രതീക്ഷിതമായി കേട്ട ശബ്ദത്തിൽ ഞെട്ടിക്കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി. നിങ്ങളെന്താ ഇവിടെ? സാരംഗിയും വരദ എവിടെ? ബഹളം വെക്കല്ലേ ആരതി, പ്ലീസ്. അവരെവിടെന്നാ ഞാൻ ചോദിച്ചത്. അവൾ അവിടെ നിന്നും ചാടി എഴുന്നേറ്റു. അവരെവിടേക്കും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. വഴിന്ന് മാറ്, ഞാൻ പോട്ടെ. എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക് പ്ലീസ്. ഇയാൾ പറയുന്ന ഒരു മണ്ണാങ്കട്ടിയും എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ. നിങ്ങളുടെ ഉദ്ദേശം എന്റെ അടുത്ത് നടക്കുകയുമില്ല. ഇനിയും എല്ലാം ശല്യപ്പെടുത്തിയ ഞാൻ ദേവിനെ വിളിക്കും. അവൻ തീരുമാനം ഉണ്ടാക്കിക്കോളും ഇതിന്. നിന്റെ ഉള്ളിൽ ഒരു തരി പോലും ഞാനില്ല എന്നുണ്ടെങ്കിൽ നീ പോയിക്കോ. എനിക്ക് പറയാനുള്ളതൊന്നും നീ കേൾക്കണ്ട. ഇനി ഒരിക്കലും ഒരു പട്ടിയെ പോലെ ഞാൻ നിന്റെ പിറകെ വരില്ല. ഈ ജന്മത്തിൽ ഇനി നീ എന്നെ കാണുകയുമില്ല, ഉറപ്പ്. അവൻ അവരുടെ മുന്നിൽ നിന്നും മാറി നിന്നു. കടലിന്റെ ശാന്തതയെല്ലാം നീങ്ങി കടൽ നല്ല ഉച്ചത്തിൽ ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. ആ സാഗരവും അവനു വേണ്ടി അവളോട് കെഞ്ചുന്ന പോലെ തോന്നി അവൾക്ക്. അവന്റെ വാക്കുകൾ അവളെ അവിടെ നിന്ന് പിടിച്ചു നിർത്തി. അവനുമായിട്ടുള്ള ജീവിതവും സന്തോഷവും അവളും കുറെ സ്വപ്നം കണ്ടതല്ലേ. ഒരു കാലത്ത് ഞാൻ നിങ്ങളുടെ പിറകെ കുറെ നടന്നതല്ലേ. നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞില്ലേ എന്നെ സ്വീകരിക്കാൻ. അന്നൊന്നും പറയാത്ത എന്ത് കാര്യമാ നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് പറയാനുള്ളത്? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അന്നത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു. നീ എന്നോട് പ്രണയം തുറന്നു പറയുന്ന മുന്നേ തന്നെ നീ എന്റെ പ്രാണനിൽ അലിഞ്ഞു ചേർന്നതാ. പക്ഷേ ദേവ്,
അവനെ നഷ്ടപ്പെടുത്താൻ എനിക്കന്ന് കഴിയുമായിരുന്നില്ല. നിന്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചതാ എന്ന് പറയാൻ മാത്രമുള്ള യോഗ്യത അന്ന് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എനിക്കതിന് കഴിയും. എന്റെ പാതിയായി, എന്റെ പ്രണയമായി നീ എന്റെ ജീവിതത്തിൽ വേണോ അല്ലി? അല്ലി? അവന്റെ ആ വേളയിൽ കോളേജ് കാലഘട്ടത്തിൽ അവൾക്ക് കിട്ടിയിരുന്ന അല്ലി എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള അജ്ഞാതമായ പ്രണയകത്തുകൾ അവളുടെ ഓർമ്മയിലേക്ക് വന്നു. അന്ന് ആരാണത് അയക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ചിരുന്നെങ്കിലും അതിന് സാധിച്ചിരുന്നില്ല. പിന്നെ ഉള്ളിൽ നിറയെ നരനായിരുന്നത് കൊണ്ട് അതിന്റെ പിറകെ കൂടുതൽ അന്വേഷിച്ചു പോയതുമില്ല. അത് ആ കത്തുകളൊക്കെ നിങ്ങളായിരുന്നു അയച്ചുകൊണ്ടിരുന്നത്? അതെ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നടി നിന്നെ. അന്ന് അങ്ങനെയായിരുന്നിരിക്കും. പക്ഷേ വേറൊരു പുരുഷന്റെ കൂടെ വർഷങ്ങൾ ജീവിച്ച ഒരു പെണ്ണിനോട് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത് ആ പ്രണയമായിരിക്കില്ല. അത് കാമമാണ്. ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ അവസാനിക്കുന്ന വെറും കാമം. അവളത് പറഞ്ഞു തീരുമ്പോഴേക്കും അവന്റെ കൈ അവളുടെ ചുണ്ടുകളിൽ എത്തിയിരുന്നു. സ്റ്റോപ്പ്, പ്ലീസ് സ്റ്റോപ്പ്. അങ്ങനെയൊന്നും പറയരുത്. ഞാൻ മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ ജീവിക്കുന്നത് തന്നെ നിന്നെ എന്റെ ഹൃദയത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാ. നിന്നെ മറന്ന് മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാ. എന്റെ കാമം തീർക്കാനാണെങ്കിൽ ഈ കാലത്ത് എന്തെല്ലാം വഴികളുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടത് നിന്നെയാണല്ലേ, നിന്റെ സ്നേഹമാണ്. സത്യം പറഞ്ഞ എന്റെ അവസ്ഥ കണ്ടിട്ടാവും ദൈവം അവനിൽ നിന്നും നിന്നെ അകറ്റിയത്. ഒരിക്കൽ ഞാൻ ചെയ്തു പോയ ഒരു മണ്ടത്തരത്തെ തിരുത്താൻ എനിക്ക് അവസരം തന്നത്. ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഞാനുണ്ടോ? ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് എപ്പോഴും എന്നെ വിശ്വാസമായില്ലേ? ഇല്ല, എനിക്ക് ആരെയും വിശ്വാസമില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഭയക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഇപ്പോൾ എന്റെ അവസ്ഥ. ഞാൻ സ്നേഹിച്ചവരും വിശ്വസിച്ചവരും എനിക്ക് വേദനകൾ മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ. ഇല്ല അല്ലേ, ഇനി ഒരിക്കലും നിന്റെ കണ്ണുകൾ നിറയാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ അവളുടെ മുഖം അവന്റെ കൈക്കുമ്പിളിലാക്കി. എല്ലാം ഒന്ന് ആലോചിച്ച് തീരുമാനിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. അവന്റെ കൈകളെ അവൾ അടർത്തി. മതി, എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ. ഈ ജന്മം മുഴുവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. ഇനിയും നിനക്ക് എന്റെ വാക്കുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട. എന്തായാലും നീയല്ലാതെ എന്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണുണ്ടാവില്ല. നീ എന്നിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ചു മരിക്കും. ഇതേ സമയം ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് വരദയും പ്രദീപും ചാരുവും നിർത്തിയിട്ടിരിക്കുന്ന അവരുടെ കാറിന്റെ പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നരൻ ആരതിയുടെ മുഖം അവന്റെ കൈകളിലേക്ക് ചേർത്ത നിമിഷം നാണത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അവർ അവരിലേക്കുള്ള നോട്ടം പിൻവലിച്ചു. അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ കാണണ്ട എന്ന മട്ടിൽ അപ്പുറത്തേക്ക് മാറി നിന്നു. എങ്ങനെയെങ്കിലും രണ്ടുപേരും സെറ്റായാൽ മതിയായിരുന്നു. അവളവനെ വേണ്ടെന്ന് വെച്ചാ ജീവിതകാലം മുഴുവൻ അവൻ കന്യകനായി തന്നെ നിൽക്കും. അതൊക്കെ സെറ്റാവും പ്രതിഭേട്ട. ആരതി ചേച്ചിയുടെ ഉള്ളിൽ നരേട്ടനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാ. അതൊന്ന് പുറത്തേക്ക് എടുക്കേണ്ട പണിയെ നരേട്ടനുണ്ടാവുകയുള്ളൂ. അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ വരദയുടെ ഫോൺ ബെല്ലടിച്ചു. ആരുഷേട്ടനാണല്ലോ, ഒരു മിനിറ്റ് കേട്ടോ. അവൾ ഫോണുമായി പോയി. പ്രദീപും ചാരുവും ഒറ്റക്കായപ്പോൾ അവളുടെ ഉള്ളിൽ ഭയം തോന്നാൻ തുടങ്ങി. മുമ്പുണ്ടായ സംഭവങ്ങളെല്ലാം അവളുടെ ഉള്ളിലേക്ക് വന്നു. പക്ഷേ അവിടെ വന്നിട്ട് അവൻ അവളെ തെറ്റായിട്ടൊന്നും നോക്കുകയോ അവളോടൊന്നും സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അവൻ പോക്കറ്റിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് പുകച്ചുകൊണ്ട് മാറി നിന്നു. അവന്റെ ഭാഗത്തു നിന്നും തെറ്റായിട്ടുള്ള ഒരു നീക്കവും കാണാതിരുന്നത് കൊണ്ട് അവൾക്ക് ആശ്വാസമായി. ചാരു ഒരു നെടുവീർപ്പോടെ അവിടെയുള്ള ഒരു പാറയിലിരുന്നു. കടലിന്റെ തീരമില്ലാത്ത ഭാഗമായിരുന്നു അത്. അവിടെ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവൾ പാറയുടെ മുകളിലുള്ള മാവുമരത്തിൽ ഒരു മാങ്ങ പഴുത്തു നിൽക്കുന്നത് കാണുന്നത്. അവൾക്കത് കണ്ടപ്പോ വല്ലാത്ത കൊതി തോന്നി. ചാരു അത് പറിക്കാനായി അവിടെ നിന്നും എഴുന്നേറ്റ് മരത്തിന്റെ അടിയിലേക്ക് പോയി. അവിടെ ഇരുന്ന് കണ്ടപ്പോ കൈയെത്തും ദൂരത്താണ് അതെന്ന് തോന്നിയെങ്കിലും അടുത്തുപോയി കൈ ഉയർത്തിയപ്പോ എത്തുന്നില്ല. അവളൊന്ന് ചാടി ആ മാങ്ങ പറിക്കാൻ നോക്കിയതും കാല് തന്നെ താഴെ വീണു. അമ്മേ! അവളുടെ അലർച്ച കേട്ട് പ്രദീപ് തിരിഞ്ഞു നോക്കി. പിടുത്തം കിട്ടാതെ കടലിലേക്ക് മറിഞ്ഞു വീഴാൻ പോയവളെ അവൻ ഓടിപ്പോയി പിടിച്ചു. അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് സ്ലിപ്പായി അവനും അവളുടെ മുകളിലേക്ക് വീണു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഇഷയെ കാണാനായി ബീച്ചിലേക്ക് എത്തിയ ദേവ് അവന്റെ കാർ പാർക്ക് ചെയ്ത ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി വരുന്നത്. തുടരും.